ഇവിടെ UDF ഈസിയായിട്ട് ജയിക്കും. ഒരു 25,000-30,000 വോട്ടിന് ജയിക്കും. പിണറായി സർക്കാർ പോണം എന്നുള്ള എല്ലാ നെയ്യത്തുമായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത്രക്കൊരു 10 വർഷത്തെ ദ്രോഹങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിൽ 16ഉം UDF തൂത്തുവാരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. ഒരു മാസം 10 കിലോ കൊടുത്തുകൊണ്ട് പിന്നെ 3 മാസം 2 കിലോന് റേഷൻ കാർഡായിട്ട് വെറുതെ വരികയാണ്. നീല കാർഡുള്ളവനും വെള്ള കാർഡുള്ളവനും എല്ലാവരും മുതലാളിമാരാണോ? ഇവിടെ ഒരു മത്സരവും ഇല്ല. ഇവിടെ UDF ഈസിയായിട്ട് ജയിക്കും. ഒരു 25,000-30,000 വോട്ടിന് ജയിക്കും. കേരളത്തിൽ മൊത്തം UDF തരംഗമുണ്ടാവും. ഈ പിണറായി സർക്കാർ പോണം എന്നുള്ള എല്ലാ നെയ്യത്തുമായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത്രക്കൊരു 10 വർഷത്തെ ദ്രോഹങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്. അതുതന്നെ അല്ല 2 മാസത്തെ പെൻഷൻ കൊടുത്തുകൊണ്ടും മറ്റും മറിച്ചൊന്നുമില്ല. ഈ വർഗീയവാദികളെ കൂട്ടുപിടിച്ചിട്ടുള്ള ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളതാണ് ഇതിൽപ്പെട്ട കാര്യം. വികസനം ചർച്ചയാവുന്നതാണ് പറയുന്നത്. വികസനം ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ ഭരണപക്ഷത്തല്ലാത്തൊരു MLA ആണ് ഇപ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്, പ്രതിപക്ഷത്തുള്ള. എന്നാലും കഴിയുന്നതൊക്കെ വികസനങ്ങൾ ആ MLAൻ്റെ നേതൃത്വത്തിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വികസനങ്ങൾ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. സീറ്റാ പ്രതീക്ഷിക്കുന്നത് UDF ഏതായാലും ഒരു 100 സീറ്റ് അല്ലെങ്കിൽ ഒരു 95 സീറ്റിന് UDF അധികാരത്തിൽ വരുന്നുള്ളതാണ് ഞങ്ങൾ. എന്തായാലും ഭരിക്കാനുള്ള സീറ്റ് ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും, UDFന് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്തായാലും ഇവിടുത്തെ കുത്തക സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തുമെന്നുള്ളത്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിൽ 16ഉം UDF തൂത്തുവാരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഒരു മാസം അരി 5 കിലോ കൊടുത്തിട്ട് 3 മാസം ഫ്രീയാണ്. 2 കിലോനാണ് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ വോട്ട് ചെയ്യുക സാധാരണക്കാരന്? അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ. ഒരു മാസം 10 കിലോ കൊടുത്തുകൊണ്ട് പിന്നെ 3 മാസം 2 കിലോന് റേഷൻ കാർഡായിട്ട് വെറുതെ വരികയാണ്. നീല കാർഡുള്ളവനും വെള്ള കാർഡുള്ളവനും എല്ലാവരും മുതലാളിമാരാണോ? എന്തായാലും മലപ്പുറത്തുകാരുടെ പ്രതികരണമാണിത്. മലപ്പുറം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഇവിടെ നിന്നും തിരൂരങ്ങാടിയിൽ നിന്നും നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവരെല്ലാം തന്നെ UDFൻ്റെ പ്രവർത്തകരാണ്. അതുകൂടാതെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട്. 85 സീറ്റുകളാണ് UDFന് ഇപ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് മലപ്പുറത്തുകാർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, മലപ്പുറം.